യെസ്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. നമ്മുടെ പ്രിയ ഷൈജൻ സഹോദരൻ പറഞ്ഞ പോലെ 5-ാം അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. വിശേഷിച്ചും 16-ാം വാക്യം മുതൽ, ഇടയ്ക്ക് ഞാൻ ഒരു ബ്രേക്കൊന്നും കൊടുക്കുന്നില്ല, 47 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ ഒരു സുദീർഘമായ സംഭാഷണമാണ്. യഹൂദന്മാർ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ആ തളർവാദ രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു നടത്തിയതിൻ്റെ പേരിൽ അത് ശബത്ത് നാളിലാണ് നിർവഹിച്ചത് എന്നുള്ള അടിസ്ഥാനത്തിൽ കർത്താവിനെ അവർ വിരോധിക്കുകയും അതിന് കർത്താവ് നൽകുന്ന മറുപടിയുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അതിപ്രസക്തമായ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ കാണുകയുണ്ടായി. അതിൽ നമ്മൾ കണ്ട ഒരു പ്രധാന കാര്യം, കർത്താവ് സ്ഥാപിച്ച ഒരു കാര്യമുണ്ട്. അവര് യഹൂദന്മാർ ശ്രദ്ധിക്കാതെ പോയതും യേശുക്രിസ്തു സ്ഥാപിച്ചതുമായ ഒരു പ്രധാന കാര്യം അവിടെ നമ്മൾ കാണുന്നു. എന്താ? യേശുക്രിസ്തു ശബത്തിനെ ലംഘിച്ചില്ല. കർത്താവ് ശബത്തിനെ അനുസരിക്കുകയായിരുന്നു ചെയ്തത് എന്ന് കർത്താവ് അവിടെ സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇനിയും നമ്മള് ഈ ഭാഗത്ത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, ഈ രണ്ട് ആളത്വങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഭാഗത്തിന് നമ്മൾ കൊടുത്ത ആ ടൈറ്റിൽ തന്നെ നമ്മൾ മറന്നു പോകരുത്. 16 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ശീർഷകം തന്നെ പിതാവും പുത്രനും എന്നുള്ളതാണ്. ദ ഫാദർ ആൻഡ് ദ സൺ. ഈ ഭാഗത്ത് നമ്മൾ ഇതുവരെ കണ്ടത് കർത്താവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സത്യം 17-ാം വാക്യത്തില് നമ്മൾ കണ്ടു. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ പിതാവ് പലരും വിചാരിക്കുന്നത് പോലെ സൃഷ്ടി നിവർത്തിച്ചു കഴിഞ്ഞിട്ട് ദൈവം അങ്ങ് അനങ്ങാതെ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നു എന്നല്ല അർത്ഥം. ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം, ഈ ലോകത്തിന് നിലനിൽപ്പില്ല, മാനവവർഗത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ ശബത്താണെന്നും പറഞ്ഞ് ദൈവം അഥവാ ദൈവിക തൃത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രവർത്തനരഹിതരായിരിക്കുകയായിരുന്നു എന്നുള്ള കൺസെപ്റ്റ് യഹൂദന്മാരുടെ ആ കാഴ്ചപ്പാടിനെ, ആ വീക്ഷണത്തെ കർത്താവ് തിരുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് യേശുക്രിസ്തു അവിടെ സ്ഥാപിക്കുന്ന ഒരു കാര്യം, അത് യഹൂദന്മാർക്ക് നന്നായിട്ട് മനസ്സിലായി. എന്താ? യേശുക്രിസ്തു തന്നെ പിതാവിനോട് സമനാക്കി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആക്ഷേപം. 2 കാര്യങ്ങൾ നിമിത്തമാണ് അവർ കർത്താവിനെ വിരോധിക്കാൻ, യേശുക്രിസ്തുവിനെ വിരോധിക്കുവാനും യേശുക്രിസ്തുവിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്നത് 18-ാം വാക്യം, അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു പോന്നു. അപ്പോൾ യേശുക്രിസ്തു തന്നെ പിതാവായ ദൈവത്തോട് സമനാക്കി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആക്ഷേപം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് സമനായ ദൈവമാണ്. അതിന് നേരിട്ട് പ്രത്യക്ഷത്തിൽ ദൈവവചനമായ വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ചില വചനങ്ങളാണ് നമ്മൾ കണ്ടത്. കുറേ വചനങ്ങൾ, എനിക്ക് തോന്നുന്നു രാജു മൈക്കിൾ സാർ ഒടുവിൽ പറഞ്ഞത് 13 വാക്യങ്ങൾ പറഞ്ഞെന്നാണ്
ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഈ 13 വചനങ്ങൾ അത് പുതിയ നിയമത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ കണ്ടത്. പഴയ നിയമത്തിൽ നിന്നുള്ള വചനങ്ങൾ ഇല്ലതാണ്. അപ്പോ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തത്തുല്യനായ ഇക്വാലിറ്റി ഉള്ള, സമത്വം ഉള്ള ദൈവമാണ് യേശുക്രിസ്തു എന്നുള്ളതിൻ്റെ നേരിട്ടുള്ള തെളിവുകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ചിലര് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു വാചകം ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യഹൂദന്മാർക്ക് മനസ്സിലായത് ഇന്നത്തെ പല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ല. എന്താ? യേശുക്രിസ്തു തന്നെത്താൻ ദൈവമാക്കിയെന്ന് കർത്താവിന്റെ പ്രസംഗം കേട്ട് യഹൂദന്മാർക്ക് മനസ്സിലായി. പക്ഷെ ഇന്നത്തെ പലർക്കും, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്ക് പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം. യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ചുള്ള നമ്മുടെ ഈ പുസ്തകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ സുവിശേഷം തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്താ വാക്യം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന അതിപ്രധാനമായ ഒരു വിഷയം. ഈ വചനം നമ്മുടെ കിങ് ജെയിംസ് വേർഷനിലും മലയാളം വിവർത്തനത്തിലും ഒക്കെ വചനം ദൈവമായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗം അവര് വിവർത്തനം ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷനുണ്ട്, ഒരു വിവർത്തനമുണ്ട്. അതിൻ്റെ പേര് തന്നെ ദ ന്യൂ വേർഡ് ട്രാൻസ്ലേഷൻ എന്നാണ്, വിവർത്തനം എന്നാണ് അവര് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കൈവശമുണ്ട് ആ ബൈബിൾ. അത് അവര് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ബൈബിളാണ് അത് ഉപയോഗിക്കുക. മലയാളത്തിൽ അത് അങ്ങനെ അവർ വിവർത്തനം ചെയ്തിട്ടില്ല. ആ ബൈബിളിൽ അവരെഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു എന്ന്. ആൻഡ് ദ വേർഡ് വാസ് എ ഗോഡ് എന്ന്. വചനം ഒരു ദൈവമായിരുന്നു. അതിനകത്തെ വിവർത്തനമാണ്. ഇനി വേറൊരു കാര്യം, ആ ഗോഡ് എന്നുള്ളത് പ്രത്യേകിച്ചും ഈ വചനം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാര്യം ഇവരൊക്കെ നമ്മളെ സമീപിച്ച് സംസാരിക്കുമ്പോൾ നമുക്കിതറിയാം എന്നുള്ള അവര് മനസ്സിലാക്കും. അവിടെ എ ഗോഡ് എന്നുള്ളിടത്ത് ദ വേർഡ് വാസ് എ ഗോഡ്, വചനം ഒരു ദൈവമായിരുന്നു എന്നുള്ളിടത്ത് ആ ഗോഡ് എന്നുള്ളത് നമുക്കറിയാം. സത്യദൈവത്തെ കുറിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലെല്ലാം ജി ക്യാപിറ്റൽ ലെറ്ററാണ്, വലിയ അക്ഷരമാണ്. എന്നാൽ ഇവര് കൊടുത്തിരിക്കുന്നത് സ്മോൾ ലെറ്ററാണ്, ചെറിയ അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താ? പിതാവായ ദൈവത്തിന് സമനായ ദൈവമല്ല. അതിനവര് പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? ഗ്രീക്ക് ഭാഷയിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ദി എന്നുള്ള ആർട്ടിക്കിൾ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ന്യായം. എന്നാൽ നമ്മള് ദൈവവചനം മനസ്സിലാക്കിയാൽ ഇതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇവിടെ മാത്രമല്ല, പിന്നെ പറയുന്നിടത്തൊക്കെ തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലെ ഗ്രാമർ അനുസരിച്ച് ഡെഫിനിറ്റ് ആർട്ടിക്കിള് എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു സത്യം. ആ സത്യത്തെ സൂചിപ്പിക്കുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതിന്റെ കൃത്യം മലയാളം എനിക്ക് പറയാനായിട്ട് കിട്ടുന്നില്ല. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ല ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഒരുപാട് തെളിവുകൾ ഇവിടെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തിരുവെഴുത്തിൽ നിന്ന് തന്നെ ഒരുപാട് വചനം ഇതിന് നോട്ട് ചെയ്തിട്ടുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, അവിടെ നമ്മൾ കാണുന്നത് ദൈവം
നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ, ഗാഡ് വിത്ത് അസ് എന്നാണ്. എന്നാൽ അത് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ദ ഗാഡ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വെച്ചാണ്. ദ ഗാഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ആ ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തില് നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗത്ത് നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ ആ പ്രത്യക്ഷതയെ പറയുന്ന ആ രംഗത്ത് തോമസ് യേശുക്രിസ്തുവിനെ വിളിക്കുന്നുണ്ട്, എന്റെ കർത്താവും എന്റെ ദൈവമേ. അവിടെ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്താണ് തോമസ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയില് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്ത് തന്നെയാണ് ദ ലോർഡ് ഓഫ് മീ ആൻഡ് ദ ഗോഡ് ഓഫ് മീ എന്നാണ്. ദി എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൽ നിന്ന് കുറച്ച് കാണിക്കുന്ന ഈ പ്രവണത തിരുവെഴുത്ത് അനുവദിക്കുന്നതല്ല. തിരുവെഴുത്ത് അതിന് അനുകൂലമല്ല. ചുരുക്കത്തിൽ ഞാൻ ഇത്രയും കൊണ്ട് അത് ആ ഭാഗം ഒന്ന് അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തത്തുല്യനായ സമനായ ദൈവമാണെന്നാണ് ഈ വചനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മള് ഈ യഹൂദന്മാര് ഈ കൺക്ലൂഷനിൽ എത്താൻ കാരണം, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് സമനായ ദൈവമല്ല എന്നവർ വിശ്വസിച്ച് കർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അവർക്ക് ലഭിച്ച 10 കൽപ്പനയില് 1-ാമത്തെ കൽപ്പനയാണ്. അതിന്റെ കാരണം എന്താ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ആ കൽപ്പന വെച്ചാണ് പറയുന്നത് യേശു ക്രിസ്തു ദൈവമല്ല, പിതാവായ ദൈവമല്ലാതെ വേറെ ദൈവം ഞങ്ങൾക്കില്ല. അങ്ങനെ പിതാവായ ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഒഴിവാക്കി നിർത്താനാണ് ഇവർ ശ്രമിച്ചത്. നമുക്കിനിയും ഈ ഭാഗത്തേക്ക് വരാം. യേശുക്രിസ്തു ഇവിടം കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഈ പ്രത്യേകിച്ചും 18-ാം വാക്യം വരെയാണല്ലോ നമ്മൾ കണ്ടത്. 19 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പിതാവായ ദൈവത്തിന് സമനാക്കി കർത്താവ് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇവിടെ തുടർന്ന് നമ്മൾ കാണുന്നത്. പിതാവും പുത്രനും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ ഭാഗം നമ്മൾ പഠിച്ചാൽ ഈ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു 2 വിധത്തിൽ തന്നെ പിതാവിനോട് സമനാക്കുന്നു. കേട്ടോ, പിതാവായ ദൈവത്തോട് 2 വിധത്തിൽ. ഞാനത് വിശദീകരിക്കുമ്പോൾ കുറെ കൂടെ മനസ്സിലാകും. ഒന്ന്, ബൈ നേച്ചർ, യേശുക്രിസ്തുവിന്റെ പ്രകൃതി വെച്ച്, കർത്താവായ യേശുവിന്റെ നേച്ചർ, യേശുക്രിസ്തുവിന്റെ ആട്രിബ്യൂട്ട്സ്, യേശുക്രിസ്തുവിന്റെ സ്വഭാവം, യേശുക്രിസ്തുവിന്റെ പ്രകൃതി. ഇപ്പോ ഞാനത് ഇങ്ങനെ വ്യക്തമാക്കാം. ഞാൻ മനുഷ്യനാണ്, അല്ലേ? ഷൈജൻ ബ്രദറും മനുഷ്യനാണ്. പ്രകൃതി കൊണ്ടാണ് നമ്മൾ 2 പേരും മനുഷ്യരായിരിക്കുന്നത്, അല്ലേ? പ്രകൃതിയാ നമ്മൾ 2 പേരും ആരാണ്? മനുഷ്യരാണ്, മൃഗമല്ല. മൃഗത്തിൽ നിന്ന് വ്യത്യസ്ത നമ്മൾ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്, മനുഷ്യ കുലത്തിൽ. ബൈ നേച്ചർ ഞാനും നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരും എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യത്വത്തിൽ നമ്മൾ സമരാണ്, സമത്വമുള്ളവരാണ്. എന്താ? നമ്മുടെ പ്രകൃതി അതാണ്.
എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രകൃതി മനുഷ്യത്വത്തിൽ വെളിപ്പെട്ടപ്പോൾ നമ്മളോട് സദൃശ്യനായി തീർന്നു. നമ്മുടെ നേച്ചറിനോട് കർത്താവ് സദൃശ്യനായി തീർന്നു. എന്നാൽ ബൈ നേച്ചർ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്, പിതാവായ ദൈവമാണ്. അതാണ് കർത്താവ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾക്കത് പിന്നാലെ കാണാം. രണ്ട്, യേശു ക്രിസ്തു ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം വിവിധ സാക്ഷ്യങ്ങളാണ്. തന്റെ ദൈവത്വത്തിന് തിരുവഴുത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത സാക്ഷ്യങ്ങൾ, അത് വെളിപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു സ്ഥാപിക്കുകയാണ് താൻ പിതാവായ ദൈവത്തിന് സമനായ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ നേച്ചർ, പ്രകൃതി വെച്ച് യേശുക്രിസ്തു പിതാവിന് സമനാണ് എന്ന് 19-ാം വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെ വ്യക്തമാക്കുകയാണ്. 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പ്രകൃതി കൊണ്ട് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തുല്യനാണ്. 2, 31 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് യേശുക്രിസ്തു സ്ഥാപിക്കുന്നത് വ്യക്തമാക്കുന്ന ആ വാക്യങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന, യോഹന്നാനാണ് എഴുതിയത്, വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്ത സാക്ഷ്യങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ. ദൈവം അനുവദിച്ചാൽ നമുക്കത് ആ സാക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് 1, 2, 3 എന്ന് അക്കമിട്ട് നമ്മൾക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ സംഭാഷണത്തില് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ആദ്യം ഒരു പ്രധാന വിഷയം ഒന്ന് സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോവാം. കേട്ടോ, ഇതൊരു വലിയ മെസ്സേജാണ്. ഞാൻ ചിലയിടത്തൊക്കെ സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു സന്ദേശം കൂടെയായി, ഒരുപാട് ഫലമുളവാക്കിയിട്ടുള്ള ഒരു സന്ദേശം കൂടെയാണ്. പലരും ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മെസ്സേജ് ഒന്നും കണ്ടെത്താറില്ല. എന്നാൽ ഇവിടെ ഒരു വലിയ മെസ്സേജ് ഉണ്ട്. 40 മുതലുള്ള വാക്യങ്ങൾ ആദ്യം ഞാൻ അതൊന്ന് പറയാം. ഒന്ന്, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 5 നെഗറ്റീവ്സ് ഇവിടെയുണ്ട്. 5 നെഗറ്റീവ്സ് ഈ ഭാഗത്ത്. വേറൊരെണ്ണം 6-ാം അധ്യായത്തിലുണ്ട്. ഞാൻ അതൊന്ന് പറഞ്ഞു പോകാൻ, നിങ്ങൾ വികസിപ്പിച്ച് പഠിച്ചോണം. ഓരോന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, കർത്താവ് ആദ്യം ഇവിടെ പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? നിഷേധത്വങ്ങൾ, പ്രതിലോമപരമായ കാര്യങ്ങൾ. നെഗറ്റീവ് എന്നുള്ളതിന് പ്രതിലോമത എന്നാണ് മലയാളത്തിൽ പറയാം. നിഷേധാത്മകമായ കാര്യങ്ങൾ. ഇനി അങ്ങ് ലളിതമായിട്ട് അങ്ങ് പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞ 5 ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ. അതാണ് ഈ 40-ാം വാക്യം മുതൽ നോക്കിയാൽ അത് കാണാൻ പറ്റും. ഒന്ന്, 40-ാം വാക്യം നോക്കട്ടെ. 5 എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഒന്നാമത്തെ ഇല്ല കണ്ടോ, നെഗറ്റീവ് കണ്ടോ? നിങ്ങൾ ആരുടെ അടുക്കൽ വേണമെങ്കിലും പോകും, പക്ഷേ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാൻ മനസ്സില്ല. മാനവരാശിയുടെ ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ്. അമൃതാനന്ദമയുടെ അടുത്ത് പോകും. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയ പുട്ടപർത്തിയിൽ ഒരാളുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ അടുക്കൽ പോകും. പിന്നെ ഏത് കല്ലിന്റെ, മണ്ണിന്റെ, മരത്തിന്റെ അടുക്കം ആരുടെ അടുത്ത് പോവുകയില്ല. യേശു കർത്താവ് പറയണം, നിങ്ങൾക്ക് എന്റെ അടുക്ക വരാൻ മനസ്സില്ല. ഒന്ന് ചിന്തിച്ചു വയ്ക്കി. ഗുണപ്പെട്ടു പോകും, നന്നായി പോകും. അവിടുത്തെ ആ വാക്യം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ. നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടും.
ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇതൊരു വലിയ സന്ദേശമല്ലേ പ്രിയപ്പെട്ടവരെ? കർത്താവിന്റെ അടുക്കൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ ജനകോടികൾക്ക് 135 കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല? എന്തുകൊണ്ട്? അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ്. കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ മനസ്സില്ല. ഇന്ന് കർത്താവ് ചോദിക്കും, നമ്മൾ ഈ അധ്യായത്തിന്റെ 1-ാം ഭാഗത്ത് കണ്ടത്, നിനക്ക് മനസ്സുണ്ടോ? കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സുണ്ടോ? അവർ 2 കൈയും കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, ഞങ്ങൾക്ക് അതിന് മാത്രം താല്പര്യമില്ല. കണ്ടോ? ഒന്നാമത്തെ ഇല്ല ഇതാണ്, നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ. ഇത് കർത്താവ് തന്നോട് ബന്ധിപ്പിച്ച് പറയുന്ന കാര്യം. എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോ ഞാനൊരു ക്ലൂ പറഞ്ഞു തരാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്തൊക്കെ ഗുണമാണ്? ബൈബിള് നോക്കി, എന്തെല്ലാം. കർത്താവ് വിളിക്കുന്ന എങ്ങോട്ട്? എൻ്റെ അടുക്കൽ വാ, എൻ്റെ അടുക്കൽ വാ. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളൂ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. അടുക്കൽ, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ബൈബിളിൽ കണ്ടെത്തോ എത്ര അനുഗ്രഹങ്ങളുണ്ടെന്നറിയാവോ? സ്തോത്രം. എന്നാൽ ഇന്നത്തെ തലമുറ ഉൾപ്പെടെയുള്ള ഏതൽക്കാല ജനതയെ നോക്കിയാൽ നമുക്കറിയാം, അവർക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ മനസ്സിൽ. എന്നാൽ ഇന്ന് രാത്രി, ഇവിടെ രാത്രിയാണ്, മറ്റു സ്ഥലങ്ങളിൽ ചിലയിടത്തൊക്കെ പകലാണല്ലോ. ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടായി, മഹാഭാഗ്യമുണ്ടായി. നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ സ്തോത്രം വലുതാണ്. രണ്ടാമത് കർത്താവ് ഇവിടെ പറയുന്നത്, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. 41-ാം വാക്യത്തിൽ ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. 44-ാം വാക്യത്തിൽ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്നില്ല. കണ്ടോ? രണ്ടാമത്തെ ഇല്ല കണ്ടോ? ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ബഹുമാനം വേണ്ട. എന്നാൽ യേശു കർത്താവ് പറയാണ്, ഞാൻ മനുഷ്യരുടെ ബഹുമാനം ഒന്നും വാങ്ങാൻ നടക്കുന്ന ആളല്ല. ഇന്ന് അനേകർ കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ മടിക്കുന്നതിന്റെ കാരണം, അതിന്റെ റീസൺ ഇവിടെ കർത്താവ് പറയാണ്. എന്താ? ലോകത്തിന്റെ ബഹുമാനം അവർക്ക് വേണം, മനുഷ്യരുടെ ബഹുമാനം അവർക്ക് വേണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ബഹുമാനം അവർക്ക് വേണ്ട. എത്രയോ അപകടകരമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ, അറിയാമല്ലോ, ഞാൻ ഇത്രയും വർഷമായി കർത്താവിന്റെ വേല ചെയ്യും. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം, എത്ര വ്യക്തമായിട്ട് പച്ച മലയാളത്തിൽ, ലളിതമായ മലയാള ഭാഷയിൽ ഈ ദൈവവചനം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വായിക്കത്തക്ക വിധത്തിൽ കിട്ടിയിട്ടും ഇത്രയ്ക്ക് പ്രസ്പഷ്ടമായ നിലയിൽ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. എന്താ ജനങ്ങൾ മാറാത്തത്, വേർപെടാത്തത്, ദൈവത്തിങ്കിലേക്ക് വരാത്തത്? എന്താ ഉത്തരം? ഒന്നേ ഉള്ളൂ, മനുഷ്യരുടെ ബഹുമാനം വേണം. ദൈവത്തിന്റെ ബഹുമാനം അവർക്ക് വേണ്ട. ഞാൻ വിശദീകരിക്കാതെ പറയട്ടെ. പീലാത്തോസ്, അയാൾക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം. എന്താ? യേശുക്രിസ്തുവാണ് ശരി, യേശുക്രിസ്തു നീതിമാനാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് പീലാത്തോസ് ക്രൂശിക്കാൻ ഏൽപ്പിച്ചത്?
എന്തുകൊണ്ടാണ്? തനിക്കുള്ള ആദരവ് നഷ്ടപ്പെടരുത്, തനിക്കുള്ള ബഹുമാനം നഷ്ടപ്പെടരുത്, തന്റെ കസേര നഷ്ടപ്പെടരുത്. കേട്ടോ? അനേകർ കർത്താവിങ്കലേക്ക് വരാത്തത്, സത്യത്തിന്റെ പക്ഷത്തേക്ക് വേർതിരിയാത്തത്, സത്യം അനുസരിക്കാൻ തയ്യാറാകാത്തത്, റോമാലേഖനം 1:18 എന്താ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ സകല അഭക്തിയും അനീതിയും അവർക്ക് ദൈവത്തിന്റെ ബഹുമാനം വേണ്ട. ഇത് നോക്കുക, 43 വാക്യം നോക്കുക. 43 വാക്യം എന്താ? ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മൂന്നാമത്തെ എന്താ ഇല്ലയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് യു റിസീവ് മീ നോട്ട്, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. അയ്യോ ദൈവമേ, നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. ഞാൻ ഇതൊക്കെ ഒത്തിരി ചിന്തിച്ച് പലയിടത്തും ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ സുവിശേഷ സന്ദേശം ഈ വചനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ഒരു വലിയ വിഷയമാണിത്. കർത്താവിനെ കൈക്കൊള്ളാൻ മനസ്സില്ലാത്ത ജനം, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. ഈ സുവിശേഷം ആരംഭിക്കുന്നത് കൈക്കൊള്ളുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. 1:12 എന്താ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാം. ഇവിടെ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചു പോകട്ടെ. കർത്താവ് എന്താ പറഞ്ഞ് 43 വാക്യം മുഴുവനൊന്ന് വായിച്ചു നോക്കി. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഇതാരോട് പറയുന്നതെന്നറിയാമോ? യഹൂദന്മാരോട് പറയുന്ന. നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, പിന്നെ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. ഈ വചനത്തിന്റെ ആഴം മനസ്സിലായോ? യേശുക്രിസ്തു ചരിത്രത്തിലൂടെ ഊളിയിട്ട് അന്ത്യകാലത്തേക്ക് പോയിട്ട് പറയുകയാണ്, യഹൂദന്മാരോട് പറയുകയാണ്, എന്റെ പിതാവിന്റെ നാമത്തിൽ വന്ന എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, എന്നാൽ നിങ്ങളുണ്ടല്ലോ ആരെ കൈക്കൊള്ളുമെന്നറിയാമോ? ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവനെ കൈക്കൊള്ളും. അവന്റെ പേരെന്താന്ന് പറയാമോ? അവന്റെ പേരെന്താ? ആന്റി ക്രൈസ്റ്റ്. യഥാർത്ഥ ക്രിസ്തുവിനെ ഇവര് കൈക്കൊള്ളുകയല്ല. ഞാൻ മെസ്സിയയാണെന്ന് പറഞ്ഞു വരുന്ന കള്ള ക്രിസ്തുവിനെ ഇവര് സ്വീകരിക്കും. അതാ കർത്താവ് പറഞ്ഞത്. സ്വന്തം നാമത്തിൽ വരുന്നവർക്ക് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം, അവനെ നിങ്ങൾ കൈക്കൊള്ളും. പിതാവിന്റെ നാമത്തിൽ വന്ന എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, ഒരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. സമയം പോകുന്നല്ലോ. 4-മതായിട്ട് യേശു കർത്താവ് പറയാണ്, നിങ്ങൾക്ക് അത് 4-മത്തെ നെഗറ്റീവ് 42-ാം വാക്യം കണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇത് എത്രയോ വലിയൊരു സന്ദേശമാണ്. എത്രയോ വലിയൊരു യു ഹാവ് നോട്ട് എ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല. ആധുനിക കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ അപചയം എവിടെയാ? എന്താ പ്രശ്നം? ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന കുഴപ്പം എന്താന്ന് നോക്കിയേ. എന്താ? ദൈവസ്നേഹം നഷ്ടപ്പെട്ടു.
ദൈവസ്നേഹം ഇല്ല. ഇതിന് ഞാൻ ഈ തിരുവഴുത്തിലൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം, നിങ്ങൾക്ക് വിടുകയാണ് ആ യാത്രയൊക്കെ. ഞാൻ അവിടെ ഒന്നും ചിന്തിക്കാനോ ഒന്നും വിശദീകരിക്കാനോ താല്പര്യപ്പെടുന്നില്ല. എഫെസോസ് സഭയോട് കർത്താവ് പറഞ്ഞു, നീ വിട്ടുകളഞ്ഞു, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. നിനക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല. ഇന്ന് പകലും ഞാൻ ധ്യാനിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന വിഷയത്തോട് ചേർത്ത് ഞാൻ എഴുതിയ ഒരു വിഷയമാണ് ഇത്. എന്താ? യേശുക്രിസ്തു പറഞ്ഞു, നമ്മൾ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് ചിന്തിക്കും. യോഹന്നാൻ 13:35 എന്താ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ ശിഷ്യന്മാർ എന്ന് നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കേട്ടോ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ, കർത്താവ് പറയാണ്, നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹം ഇല്ല. 5-ാമത്തെ ഇല്ല നോക്കിയേ, 47-ാം വാക്യത്തിലാണ്. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങള് വിശ്വസിക്കുന്നില്ല. യു ബിലീവ് നോട്ട്. ഇവിടെ എല്ലാം ഈ നോട്ട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലെ നോട്ട് എന്ന വാക്ക് ചേർത്താണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ 5 ഇല്ലാകൾ ഒരു വലിയ സന്ദേശമാണ് നമ്മൾക്ക് നൽകുന്നത്. ഇതില്ലാത്തിടത്തോളം കാലം, ഈ 5 കാര്യങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം ആ വ്യക്തി ഒരിക്കലും ദൈവസന്നിധിയിൽ കാണപ്പെടുകയില്ല, നിത്യതയിൽ കാണപ്പെടുകയില്ല. 6-ാം അധ്യായത്തിൽ ആ വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾക്ക് മടങ്ങിപ്പോകാം. നമ്മുടെ തുടക്കത്തില് വിഷയത്തിലേക്ക് പോകാം. 6-ാം അധ്യായത്തിന്റെ 53-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. കർത്താവ് പറയാണ്, നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. 6-ാമത്തെ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണത്. നിങ്ങൾ ഈ വിഷയം ചിന്തിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ യേശുക്രിസ്തു ഇവരോട് വ്യക്തമാക്കുന്ന ഒരു കാര്യം, പിതാവായ ദൈവം യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ വചനം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും അതുപോലെ അംഗീകരിച്ച് യേശുക്രിസ്തു തന്റെ പ്രകൃതി കൊണ്ടും അതുപോലെ തിരുവഴുത്തിലെ സാക്ഷ്യങ്ങൾ കൊണ്ടും, ഏതൊക്കെയാണ് സാക്ഷ്യം എന്നുള്ളത് നമ്മൾ കാണാൻ പോകുക, ആ സാക്ഷ്യങ്ങൾ കൊണ്ടും യേശുക്രിസ്തു പിതാവിന് തുല്യനായ, പിതാവിന് സമനായ ദൈവമാണ് എന്ന് അവർ അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്നാണ് കർത്താവ് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് നോക്കാം, യേശുക്രിസ്തുവും പിതാവായ ദൈവം. ഞാൻ ആ വചനങ്ങൾ ഒന്ന് വായിച്ചു പോകാം. വലിയ ദീർഘമായ പഠനത്തിന്, ആഴമായ പഠനത്തിന്, നിശിതമായ അല്ലെങ്കിൽ തലനാരിയുടെ കീഴിലുള്ള പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. എങ്കിലും ഞാനിത് പറഞ്ഞു പോകത്തേ ഉള്ളൂ, നിങ്ങൾ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് സമനാണ് എന്നുള്ളതിന്റെ കർത്താവ് പറയുന്ന ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ വിഷയം, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് ആളത്വം സംബന്ധിച്ച് പിതാവിനോട് സമനാണ്. യൂണിറ്റി ഇൻ പേഴ്സൺ, ഇക്വാലിറ്റി ഇൻ പേഴ്സൺ. ആളത്വത്തിൽ യേശുക്രിസ്തു പിതാവിന് തുല്യനാണ്. നോക്കണം, അതിന്റെ 18-ാം വാക്യം ആണല്ലോ തുടങ്ങുന്നത്.
19 മുതലാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. 18-ാം വാക്യത്തിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിനോട് പറയുന്ന കാര്യം, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കി. തന്നെത്താൻ എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ഇൻ പേഴ്സൺ. പിതാവായ ദൈവവും യേശുക്രിസ്തുവും ആളത്വപരമായി ഒന്നാണ്. അതാണ് ആദ്യം കർത്താവ് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കിയേ പറ്റുള്ളൂ കേട്ടോ. യേശുക്രിസ്തു എന്ന പേഴ്സൺ, ആളത്വം, നമ്മൾ ഈ പേഴ്സണാലിറ്റി എന്ന് മലയാളത്തിൽ പറയുന്നത് നമ്മുടെ ഈ വ്യക്തിത്വത്തോട് ചേർത്താണ് പറയുന്നത്, വ്യക്തിത്വം എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഈ ദൈവത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പേഴ്സണാലിറ്റി എന്നുള്ള വാക്കല്ല ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ദ പേഴ്സൺ എന്നുള്ള വാക്ക് തന്നെയാണ്. യൂണിറ്റി ഇൻ പേഴ്സണാലിറ്റി അല്ല, യൂണിറ്റി ഇൻ പേഴ്സണാണ്. പിതാവായ ദൈവത്തിന്റെ വ്യക്തിത്വത്തോടല്ല, പിതാവായ ദൈവത്തിന്റെ ആളത്വത്തോടാണ് യേശുക്രിസ്തു സമനായിരിക്കുന്നത്. വ്യക്തിത്വത്തോട് മാത്രമല്ല, ആളത്വം സംബന്ധിച്ച്. ഞാൻ ഒറ്റ വാചകത്തിൽ ഇതിങ്ങനെ പറയാം. പിതാവായ ദൈവം എന്ന ആളത്വം എന്താണോ, 2, പിതാവായ ദൈവം എന്ന ആളത്വത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമുള്ള പേഴ്സൺ ആണ് കർത്താവായ യേശുക്രിസ്തു. ആളത്വപരമായി യേശുക്രിസ്തു വ്യക്തമാക്കണം. അത് കേട്ട യഹൂദന്മാർക്ക് മനസ്സിലായി, ദൈവം എൻ്റെ സ്വന്തം പിതാവ്. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവത്തെ, മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തപ്പോൾ ഒരല്പം പോലും അർത്ഥം ചോർന്നു പോകാതെയാണ് ആ വിവർത്തകൻ അത് ചെയ്തിരിക്കുന്നത്. എന്താ? ദൈവത്തെ പിതാവെന്നല്ല, പിന്നെ ദൈവത്തെ സ്വന്തം പിതാവ്. കണ്ടോ? ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് വിശേഷിപ്പിക്കുകയാണ്. മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ. തന്നെത്താൻ സ്വന്തം, മൈ ഓൺ ഫാദർ. ഞാൻ ഇനിയും ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. സമയം പരിമിതമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ. നമ്മൾ ദൈവത്തെ പിതാവ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? നമ്മൾ ദൈവത്തെ, അല്ലേ? എല്ലാരും പ്രാർത്ഥിക്കും. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ? പഠിപ്പിച്ചത് എങ്ങനെയാ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നതും യേശുക്രിസ്തു പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നതും രണ്ടും ഒരുപോലെയാണോ? അതിന്റെ അർത്ഥം ഒന്നാണോ? അവിടെയാണ് സംഗതി വ്യത്യാസമായി നിൽക്കുന്നത്. എന്റെ പിതാവ്, ദൈവം എന്റെ പിതാവാണെന്ന് എനിക്ക് പറയാം. ഞാൻ ദൈവത്തെ എന്റെ പിതാവ് എന്ന് വിളിക്കാം. പക്ഷേ യേശുക്രിസ്തു എന്റെ പിതാവ് എന്ന് പറയുന്നത് പോലെ അല്ല PS തമ്പാൻ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത്. രണ്ടും രണ്ടാണ്. ആളത്വത്തിൽ യേശുക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ആ പിതാവ് എന്നുള്ള വിളിയിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം താനും പിതാവും ഒന്നാണെന്ന്. ഞാൻ ഒരു വചനം കൊണ്ട് ഇത് കുറെ ഒരു വചനവും ഒരു ദൃഷ്ടാന്തവും കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഇതൊക്കെ വലിയ പഠനമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ചുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നോക്കുക, നമ്മള് പല തവണ സാന്ദർഭികമായി കാര്യം ചിന്തിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം.
യേശു ക്രിസ്തുവിനെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആ ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശു ക്രിസ്തു പുത്രനാണോ പിതാവാണോ? ചോദ്യത്തിന്റെ ഉത്തരം യേശു ക്രിസ്തു പിതാവോ പുത്രനോ? പുത്രൻ. യേശു അത് ക്രിസ്തു പിതാവ്. യേശു ക്രിസ്തു മകൻ എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ സൺ എന്നാ കൊടുത്തിരിക്കുന്നത്. അത് ആ മകൻ എന്നുള്ളത് കേവലം സൺ എന്നുള്ള ഒരു മകൻ എന്നുള്ള അർത്ഥമല്ല, പുത്രനാ. ജനിച്ചത് ശിശു, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. നൽകപ്പെട്ടത് പുത്രൻ, പുത്രനെ നൽകുവാൻ തക്കവണ്ണം, ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം. ഒരിക്കലും ഈ വചനമൊന്നും ശരിയായിട്ട് മനസ്സിലാക്കാതെ എങ്ങും പറയരുത് കേട്ടോ. എന്താ, ജനിച്ചത് ശിശുവാണ്, നൽകപ്പെട്ടത് ആരാണ്? മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കും, നമ്മൾ മകനെന്ന. അതിന്റെ ശരിക്കുള്ള വാക്ക് ഏതാണെന്നറിയോ? മകനെന്നല്ല, പിന്നെ പുത്രനെന്ന് തന്നെയാ. അത് യോഹന്നാൻ 3:16 ബന്ധിപ്പിക്കണം. ഏതാ പുത്രൻ? ഏകജാതനായ, തന്റെ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ഞാനും പുത്രനാണ്, പക്ഷെ യേശു ക്രിസ്തു ഏകജാതനായ പുത്രനാണ്. യോഹന്നാൻ 1:18 ഞാനും പുത്രനാണ്, എന്നാൽ യേശു ക്രിസ്തു പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രനാണ്, മടിയിലിരുന്ന പുത്രനല്ല. കണ്ടോ? ഷൈജംബ്രദറെ, പിന്നെ ജിജി വിശ്വരെ ഒക്കെ കാണും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എങ്ങനെ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന മടിയിലിരുന്നാണോ? അല്ല, ഇരിക്കുന്ന. കണ്ടോ? ഇപ്പോൾ യേശുക്രിസ്തു, യോഹന്നാൻ അപ്പോസ്തലൻ ഈ വചനം പറയുമ്പോൾ യേശുക്രിസ്തു എവിടെ നിൽക്കുക? യേശുക്രിസ്തു ഭൂമിയിലാ. ഭൂമിയിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തു എവിടെ ഇരിക്കുക? പിതാവിന്റെ മടിയിലിരിക്കുക. സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ, പിതാവിന്റെ മടിയിലിരിക്കുന്ന. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? യേശുക്രിസ്തു ശിശുവാണ്, നൽകപ്പെട്ട പുത്രനാണ്. പിതാവായ ദൈവം നമ്മൾക്ക് നൽകിയ ഏകജാതനായ പുത്രനാണ്. ഇനി അടുത്ത് നോക്കിയേ, ആധിപത്യം അവന്റെ തോളിലിരിക്കും. യേശുക്രിസ്തു രാജാവാണ്. പിന്നെ ആധിപത്യം അവന്റെ തോളിലിരിക്കും. പിന്നെ അവന് അത്ഭുത മന്ത്രി. യേശുക്രിസ്തു ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത മന്ത്രിയാണ്. പിന്നെ വീരനാം ദൈവം, ഓൾമൈറ്റി ഗോഡ്. പിന്നെന്താ? നിത്യപിതാവ്. യേശുക്രിസ്തു പിതാവാണോ പുത്രനാണോ? ഒരേ സമയം ശിശുവാണ്, അതേ സമയത്ത് തന്നെ പുത്രനാണ്, അതേ സമയം തന്നെ യേശുക്രിസ്തു കേവലം പിതാവല്ല, പിന്നെ ഇറ്റേണൽ ഫാദർ, നിത്യ പിതാവാണ്. നോക്കണം, ദ പേഴ്സൺ സംബന്ധിച്ച്, ആളത്വം സംബന്ധിച്ച്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് എന്റെ കർത്താവ്, ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന യേശു. നിത്യപിതാവ്. ഇനി നോക്കുക, 14-ാം അധ്യായത്തിൽ വരുമ്പോൾ, യോഹന്നാൻ 14 വരുമ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. കർത്താവും ഈ അപ്പോസ്തലന്മാരുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന, എന്താ, ഹൃദയത്തോട് സംസാരിക്കുന്ന പോലെയുള്ള ഒരു സംഭാഷണമാണ്. നമ്മൾ അവിടെ വരുമ്പോൾ അതിന്റെ ഹൃദ്യത നമുക്ക് മനസ്സിലാകും. കർത്താവ് ശിഷ്യന്മാരോട് ഒന്നും മറച്ചു വെക്കാതെ, നേരത്തെ ഒക്കെ ഉപമകൾ കൊണ്ടൊക്കെയാ പറയുന്നത്.
എന്നാൽ കർത്താവ് ഈ വിരിച്ചൊരുക്കിയ വന്മാളികയിൽ, അപ്പർ റൂമിൽ വന്മാളികയിൽ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഉപമയൊന്നും, യാതൊരു ഉപമയും പറയുന്നില്ല. പിന്നെ അവിടെ തന്നെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇപ്പൊ നീ ഞങ്ങളോട് സ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത്. വ്യക്തമായിട്ട് കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുന്നു. അവര് ഭയം കൂടാതെ ഓരോന്ന് ഇങ്ങനെ പറയുക. തോമസ് ഒക്കെ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലേ? നമുക്കറിയാവുന്ന എന്താ? കർത്താവേ, ഒരൊറ്റ ആഗ്രഹമുള്ളൂ. ആ റെഫറൻസ് ഒന്ന് പറഞ്ഞിട്ടൊന്ന് വായിക്കാമോ? 14:8. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഒറ്റ ആഗ്രഹം. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലളിതമായിട്ട് പറഞ്ഞ, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരൊറ്റ ആഗ്രഹം. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം പറയാം. എന്താ? ഞങ്ങൾ കാലങ്ങളായി കൊതിച്ചിരിക്കുക പിതാവിനെ ഒന്ന് കാണും, എന്നിട്ടങ്ങ് മരിച്ചാൽ മതി. അതാ അതിന്റെ അർത്ഥം. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി കർത്താവേ, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, പിതാവിനെ ഒന്ന് കാണിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഉണ്ടോ? സ്തോത്രം. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കണ്ടോ? എന്താ പറയുക? പേഴ്സൺ സംബന്ധിച്ച്, ആളത്വം സംബന്ധിച്ച് യേശുക്രിസ്തു തന്നെത്താൻ തന്റെ ആളത്വത്തെ അനാവരണം ചെയ്യുകയാണ്, ഡിസ്ക്ലോസ് ചെയ്യുകയാണ്, അനാവരണം ചെയ്യുകയാണ്. ആ ഫിലിപ്പോസിനോട് പറയുക, ഫിലിപ്പോസേ, ഇത്ര നാളും നിങ്ങളോട് കൂടെ ഇരുന്ന ഞാനാണ് പിതാവ്. എന്നിട്ട് ക്ലിയർ ആയിട്ട് പറയാ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ആളത്വം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്നെ പിതാവായ ദൈവത്തിന് തുല്യനായിട്ട് അവരുടെ മുമ്പിൽ, പ്രത്യേകിച്ചും അപ്പസ്തലന്മാരുടെ മുമ്പിൽ മാത്രമല്ല, ഇവിടെ യോഹന്നാൻ 5 വരിക, ആ യഹൂദന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്റെ സ്വന്തം പിതാവ് തന്നെയാണ് ഞാൻ പിതാവെ എന്ന് വിളിക്കുന്ന സാക്ഷാൽ യഹോവയായ ദൈവം, ഏക സത്യ ദൈവം. അപ്പോ ഒന്ന്, ആളത്വം സംബന്ധിച്ച് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തുല്യനായ ദൈവമാണ്. ഇനി രണ്ട്, ഈ ഭാഗത്ത് കർത്താവ് പറയുന്ന രണ്ടാമത്തെ കാര്യം നോക്കാട്ട്, 19 വാക്യവും 20 വാക്യം. എന്റെ പ്രിയമുള്ളവരെ, ഇത് വായിച്ചങ്ങ് വിടാൻ പറ്റും എനിക്ക്. പക്ഷെ ഇത് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ, ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ബോധ്യമാകില്ല, മനസ്സിലാകില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വാക്യം വായിച്ചു വിട്ടാൽ പോരാ. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന 19 വാക്യവും 20 വാക്യം അല്പം വിശദീകരിച്ചേ മതിയാകും. നോക്കിയേ, 19 വാക്യം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കല്ലേ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ? നമ്മൾ ഈ വചനം വായിച്ചിട്ടുണ്ടായിരിക്കും. ആർക്കും ഗ്രഹിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അവിടൊക്കെ ഒന്ന് നിന്ന്
ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യം. അവിടെ നോക്കിയേ, യേശു കർത്താവ് പറയുകയാണ്, അവരോട് പറയുകയാണ്, യൂദന്മാരോട് കർത്താവ് പറയാണ്, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിതാവിന്റെ കൂടിരുന്ന് പിതാവ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്, സ്തോത്രം, പിതാവ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നേരിട്ട് കണ്ട രണ്ടേ രണ്ടാളത്തുങ്ങളെ ഈ ചരിത്രത്തിലുള്ളൂ. അതാരൊക്കെയാ? പുത്രന് പരിശുദ്ധാത്മാവ. നമ്മൾ ഈ ദൈവത്തെ കുറിച്ച് എന്താ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്? ദൈവത്തെ കുറിച്ച് നമുക്ക് എന്താ അറിവുണ്ട്? ഒന്നുമില്ലെന്നേ. ഞാൻ വ്യക്തമാക്കട്ടെ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ പ്രപഞ്ചമില്ലാതിരുന്ന, എല്ലാം വട്ടപൂജ്യമായിരുന്ന, എല്ലാം ശൂന്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടെ ഇരുന്ന നമ്മുടെ കർത്താവ്, ദൈവം ചരിത്രത്തിലുടനീളം, ഈ പ്രപഞ്ചത്തിലുടനീളം എന്തൊക്കെയാണ് ചെയ്തതെന്ന് പിതാവിനോട് കൂടെ ഇരുന്ന് നേരിട്ട് കണ്ടവനാണ് നമ്മുടെ കർത്താവായ യേശു. അയ്യോ കർത്താവേ, സ്തോത്രം. ഇനി നോക്കുക, നേരിട്ട് കണ്ടു. എന്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ല, എന്തൊക്കെ ദൈവം ചെയ്തിട്ടുണ്ടോ, പിതാവ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. സ്വതേ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ പിതാവ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വാചകം നോക്കിയ, കൃത്യം അവൻ ചെയ്യുന്നത് എല്ലാം, സ്തോത്രം, പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ആളത്വം സംബന്ധിച്ച് പിതാവായ ദൈവത്തിന് സമനാണ് യേശു ക്രിസ്തു. രണ്ട്, ഇവിടെ എന്താ കർത്താവ് പറഞ്ഞത് 19-ാം വാക്യത്തിൽ? പ്രവൃത്തി സംബന്ധിച്ച് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് സമനായ ദൈവമാണ്. ഇൻ ആക്ഷൻ, പ്രവൃത്തിയിൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഈക്വൽ വിത്ത് ഗോഡ് ദ ഫാദർ. കണ്ടോ ഇക്വാലിറ്റി? പ്രവൃത്തിയിൽ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് തുല്യനായ ദൈവമാണ്. എന്റെ പിതാവ് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം, യൂണിറ്റി ഇൻ ആക്ഷൻ. 20-ാം വാക്യത്തിലേക്ക് വന്നേ, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും, രണ്ടുപേരെ കണ്ടോ, ഞാൻ ഇതൊക്കെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനിയും എന്റെ പിതാവ് ചെയ്തത് ഞാൻ കണ്ടവൻ മാത്രമല്ല, അടുത്ത വാചകം, നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവർത്തികളും അവന് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങൾ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ പ്രവർത്തികൾ എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്ന ആ വലിയ പ്രവർത്തികൾ ഞാൻ ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ അത് കാണാൻ പോകുകയാണ്. യൂണിറ്റി ഇൻ ആക്ഷൻ. ഉണ്ടോ? പ്രവൃത്തിയിൽ പിതാവിനോടുള്ള ഐക്യം, യൂണിറ്റി, ഇക്വാലിറ്റി, സമത്വം. ഞാൻ ഇത് അല്പം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് നഥനീയലിനോട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ടല്ലോ 1-ാം അധ്യായം 50-ാം വാക്യത്തില് 1:50 പറയുന്നുണ്ട്, ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കാണും. വലിയ പ്രവർത്തികൾ നിങ്ങൾ കാണാൻ പോകുകയാണ്.
കാര്യം ഇത് കർത്താവ് പറഞ്ഞത് കേട്ടപ്പോ തന്നെ ഈ നഥനയേൽ ഞെട്ടിപ്പോയി. എന്താ ഗുരു, നീ എന്നോട് വെച്ചറിയും? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? അവൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് പ്രഥമ ദർശനത്തിൽ തന്നെ താൻ ആരാണെന്നും തന്റെ ഉള്ളെന്താണെന്നും എല്ലാം യേശു കർത്താവ് പറയുക. അത് കേട്ട് കഴിഞ്ഞിട്ട് പറയുകയാണ്, എന്നെ എവിടെ വെച്ചറിയും? അപ്പോൾ കർത്താവ് പറയുന്നത്, നഥനയേലേ, ഇതൊന്നും അല്ല, സാമ്പിൾ വെടിക്കെട്ട് നീ കണ്ടുള്ളൂ, ശരിക്കുള്ള വെടിക്കെട്ട് കാണാൻ പോവുക. ഇതിൽ വലിയത് നീ കാണാൻ പോവുകയാണ്. യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ കണ്ടതല്ല, നിങ്ങൾ ഇനി കാണാൻ പോകുന്ന പ്രവൃത്തി എന്റെ പിതാവ് ചെയ്തിട്ടുള്ള മഹത്തായ പ്രവൃത്തികൾ മുഴുവനും പിതാവ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ശക്തിയുള്ള സർവശക്തനായ ദൈവമാണ് ഞാൻ എന്നാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ യഹൂദന്മാരോട് പറയുന്നത്. നമ്മുടെ ക്ലാസിന്റെ തീരാനുള്ള നേരമൊക്കെ ആയിക്കോട്ടോ. അപ്പോ ക്ഷീണം വരുന്നതിന് മുമ്പ് ഞാൻ നിർത്താം. ക്ഷീണമൊന്നും ഇല്ലെന്നുള്ളത് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എന്നാൽ ഞാന് നമ്മൾ ഈ ദൈവവചനം ശരിക്കും ധ്യാനിച്ചാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സിയോങ്കുന്ന് സഭയിലെ സഭാകളിൽ വെളിപാട് പുസ്തകത്തിന് 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. ഞാനോട് വാച്ചിലോട്ട് നോക്കിയപ്പോഴാണ് 1.5 മണിക്കൂറായെന്നറിയുന്നത്. സഹോദരന്മാരോട് പറയാം, സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ഇത് ദൈവവചനത്തിൽ നമ്മളങ്ങ് രസിച്ചിരിക്കുകയാണെങ്കിൽ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. അതിലും പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വവും ദൈവത്വവും ഒക്കെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ സമയം പോകുന്നത് നമ്മൾക്ക് അറിയത്തേയില്ല. അതിൽ നമ്മളങ്ങ് സന്തോഷിക്കുക. നമുക്ക് മടങ്ങി വരാം. ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കാണും. 20-ാം വാക്യത്തിൽ കണ്ടതെന്താ? ഇവയിൽ വലിയ പ്രവർത്തികളും നിങ്ങൾ കാണും. ഏതാണ് ഇവയിൽ വലിയ പ്രവൃത്തി? ഈ 5-ാം അധ്യായത്തിൽ ഇവർ കണ്ട പ്രവൃത്തി, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന നിലയിൽ, എന്ന അവസ്ഥയിൽ കഴിഞ്ഞ ഒരുത്തൻ ചാടി എഴുന്നേറ്റ് അവന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് ഇവര് കണ്ടത്. ഇതാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്? ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. യേശുദാ പറയുകയാണ്, ദൈവം മാത്രം ചെയ്ത ഈ പ്രവൃത്തി മാത്രമല്ല, ഇതിനേക്കാൾ വലുത് നിങ്ങൾ കാണും. ഇനി 6-ാം അധ്യായത്തിലേക്ക് വന്ന് അവിടെ കർത്താവ് ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയുണ്ട്. എന്താ? കർത്താവിന്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന് കൊടുത്ത ഈ അപ്പവും 2 മീനും ജനത്തെ പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. 5 അപ്പവും 2 മീനും വിളമ്പിട്ടും പിന്നെയും ബാക്കി വന്നുകൊണ്ടിരിക്കുക. ഇതാർക്ക് കഴിയുന്ന കാര്യമാണ്? ലക്ഷോപലക്ഷം ജനം മരുഭൂമിയിലായിരുന്ന സമയത്ത് അവർക്ക് മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ അവർക്ക് ഭക്ഷണം കൊടുത്ത എന്റെ പിതാവ് ചെയ്ത പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റും. യേശുക്രിസ്തു തെളിയിച്ചു കൊടുക്കുക, എന്റെ പിതാവ് ചെയ്യുന്ന സകല പ്രവൃത്തിയും എനിക്ക് ചെയ്യാൻ കഴിയും. മുന്നോട്ട് നമുക്ക് പോകാം. എന്താണ് ഇവിടെ കർത്താവ് പറയുന്ന ഇവയിൽ വലിയ പ്രവൃത്തി നിങ്ങൾ കാണുമെന്ന്? ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചൊന്നുമല്ല കേട്ടോ. കടലിനെ ശാന്തമാക്കിയതൊന്നുമല്ല. കുരുടന് 9-ാം അധ്യായത്തില് പിറവി കുരുടന് സൗഖ്യം കൊടുത്തൊന്നുമല്ല. ഇവരെ കാണാൻ പോകുന്ന വലിയ പ്രവൃത്തി ഏതാ? ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാസംഭവം 11-ാം അധ്യായത്തിലാണ്. ചത്ത് മണ്ണടിഞ്ഞ നാറ്റം വെച്ച അഴുകി നാറിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്ന് അവന്റെ പേര് വിളിച്ച് ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്ന ആ പ്രവൃത്തി നമ്മളിവിടെ ചിന്തിക്കുകയാണ്. ഏതാണ് ആ പ്രവൃത്തി? മരിച്ചവരെ ഉയർപ്പിക്കുന്ന
ആ വലിയ പ്രവൃത്തി കണ്ടോ? 21 വാക്യം നോക്കിക്കേ. എന്നാ പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഇതിൽ വലിയ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഏതാണ് ആ വലിയ പ്രവൃത്തി? എന്റെ ദൈവത്തിന് മഹത്വം. എന്റെ പ്രിയമുള്ളവരെ, ഈ ക്ലാസ്സിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ ഉള്ളു പിടഞ്ഞ് നമ്മുടെ അകത്തു നിന്ന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവമായ യേശു ക്രിസ്തു എന്ന കർത്താവ്. ഞാനത് ഇങ്ങനെ പറയാം. പലരും എൻ്റെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇതിൽ വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രവൃത്തി. ഏതാണ് ആ പ്രവൃത്തി? പുനരുത്ഥാനത്തിന്റെ പ്രവൃത്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രവൃത്തി. ഞാൻ വ്യക്തമാക്കാം. യേശുക്രിസ്തു യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു, അല്ലേ? അതെവിടാ? ആ വീട്ടിലാ. ആ മരിച്ച വീട്ടിൽ ചെന്നേച്ച് കർത്താവ് അവിടെ കൈക്ക് പിടിച്ചേച്ച് കാല എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ഇനി 2, നൈൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അത് വീട്ടിൽ വെച്ചല്ല, വഴി വെച്ച, അടക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച. എന്നാൽ ലാസറിനെ ഉയർപ്പിച്ചത് എവിടുന്ന? സെമിത്തേരി വെച്ച്, സെമിട്രി വെച്ച. ഇനി മറ്റൊരു കാര്യം, ഈ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നത് മരിച്ച് ഉടൻ തന്നെ. നൈൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതും മരിച്ചടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അധികം സമയമായിട്ടില്ല. ഇനി നോക്കുക, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതെന്നാ? അതെത്രാം ദിവസമാണ്? 3-ാം ദിവസം. എന്നാൽ ലാസറിനെ ഉയർപ്പിച്ചതെന്നാ? 4-ാം ദിവസമാണ്. സ്തോത്രം. ചരിത്രം അങ്ങനെ ഒരു കാര്യം ഇന്നു വരെ കണ്ടിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു പോലും ഉയർത്തെഴുന്നേറ്റ 3-ാം ദിവസം. ലാസറിനെ യേശുക്രിസ്തു ഉയർപ്പിച്ചത് 4-ാമത്തെ ദിവസം. കേട്ടോ? ഇതാണ് എന്റെ യേശു എന്ന ദൈവം. കർത്താവായ യേശുവിന്റെ ആളത്വത്തിന്റെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ മഹത്വം. ഞാനിപ്പോൾ സമയമായതുകൊണ്ട് ഇവിടെ അങ്ങ് നിർത്തട്ടെ. ഇതിന്റെ മറ്റു മുഖങ്ങളിലേക്ക് നമുക്ക് പോകണം. പിതാവ് ഉയർപ്പിക്കുന്നുണ്ട്, പുത്രനും ഉയർപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഉയർപ്പിച്ചത് ചരിത്രം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തു മുഖാന്തരം നടന്നത്. ഇനിയും 2 പുനരുദ്ധാനം കൂടെ ഉണ്ട് കേട്ടോ, അതും പറയണം. ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റവരാണ്. എങ്ങനെ? രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിക്രമങ്ങളാലും 2 പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ യേശു ക്രിസ്തു തന്നോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. തീർന്നോ? ഇല്ല. ആത്മീയമായി ഉയർത്തെഴുന്നേറ്റ നമ്മൾ ഇനി ശാരീരികമായിട്ട് മരിക്കും. കോടാനുകോടി വിശുദ്ധന്മാർ മരിച്ച് കല്ലറകളിൽ ഉറങ്ങുകയാണ്. നമ്മുടെയൊക്കെ എത്രയോ പ്രിയപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ കല്ലറയിൽ ഉറങ്ങുകയാണ്. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ ആ മരിച്ചവരെല്ലാം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇതിൽ വലിയ പ്രവൃത്തി നിങ്ങൾ കാണും. കണ്ടോ? യേശു ക്രിസ്തു പ്രവൃത്തിയിൽ
പിതാവിന് തുല്യനായ ദൈവം. പേഴ്സൺ സംബന്ധിച്ച് യൂണിറ്റി ഇൻ പേഴ്സൺ, ക്വാലിറ്റി ഇൻ പേഴ്സൺ, ആളത്വം സംബന്ധിച്ച് പിതാവിന് സമനാണ്. ആക്ഷൻ സംബന്ധിച്ച് യൂണിറ്റി ഇൻ ആക്ഷൻ, ക്വാലിറ്റി ഇൻ ആക്ഷൻ, പ്രവൃത്തി സംബന്ധിച്ച് യേശുക്രിസ്തു പിതാവിന് തുല്യനാണ് എന്ന് മറ്റാരുമല്ല, യേശുക്രിസ്തു താൻ തന്നെ വ്യക്തമാക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ഈ കർത്താവിനെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. ദൈവത്തിന്റെ ദാസനായ തോമസ് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് തിരുമുമ്പിൽ വീണ് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.